നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ ഇടതുപക്ഷത്തിന് സംഭവിച്ച പാളിച്ചകളെക്കുറിച്ചുള്ള സ്വയം വിമർശനങ്ങൾ ഇപ്പോൾ CPMന്റെ ഉന്നത നേതാക്കളിൽ നിന്ന് തന്നെ പരസ്യമായി പുറത്തുവരികയാണ്. ജനകീയ അടിത്തറയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കാലത്തിനനുസരിച്ച് മാറ്റം സംഭവിച്ചില്ലെങ്കിൽ ജനവിധി എത്രത്തോളം ക്രൂരമായിരിക്കുമെന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം. ഭരണ തുടർച്ചയുടെയും വികസന നേട്ടങ്ങളുടെയും വൻ പ്രഖ്യാപനങ്ങളുമായി ജനങ്ങളെ സമീപിച്ച LDFന് നേരിടേണ്ടി വന്നത് അപ്രതീക്ഷിതവും ദയനീയവുമായ പരാജയമായിരുന്നു. ഈ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളും സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകളും എത്രത്തോളം ജനവിരുദ്ധമായിരുന്നെന്ന് തുറന്നു സമ്മതിക്കുകയാണ് മുൻ മന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ P. രാജീവ്. പാർട്ടിയുടെ പരമ്പരാഗത ശൈലികളെയും പ്രചാരണ തന്ത്രങ്ങളെയും നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ ഇടതുപക്ഷം ഏറ്റവും വലിയ ആയുധമാക്കിയ LDF അല്ലാതെ മറ്റാരുണ്ടെന്ന മുദ്രാവാക്യം യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ മറ്റൊരു അവബോധമാണ് സൃഷ്ടിച്ചത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പിണറായി വിജയന്റെ ഭീമാകാരമായ കട്ടൌട്ടുകൾക്കൊപ്പമാണ് ഈ വാചകം ഫ്ലക്സ് ബോർഡുകളിൽ നിറഞ്ഞു നിന്നിരുന്നത്. തങ്ങൾക്ക് ബദലായി മറ്റൊരു രാഷ്ട്രീയ ശക്തി കേരളത്തിലില്ലെന്ന പാർട്ടിയുടെ അമിത ആത്മവിശ്വാസമാണ് ഈ മുദ്രാവാക്യത്തിലൂടെ പുറത്തു വന്നത്. ഈ മുദ്രാവാക്യം വോട്ടർമാരിൽ പ്രതികൂലമായ ഒരു ബോധം സൃഷ്ടിച്ചുവെന്നും ഭരണകൂടത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ മാത്രം വോട്ടായി മാറുമെന്ന കണക്കൂട്ടലിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്നും രാജീവ് തുറന്നു പറയുന്നുണ്ട്. 5 വർഷം മികച്ച രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ജനകീയനായ MLA എന്ന ലേബൽ ഉണ്ടായിട്ടും കളമശ്ശേരിയിൽ P. രാജീവിന് നേരിടേണ്ടി വന്ന പരാജയം ഈ തന്ത്രങ്ങളുടെ പരാജയത്തിന് അടിവരയിടുന്നതാണ്. ഭരണകാലത്തുണ്ടായ വലിയ അഴിമതി ആരോപണങ്ങളിലും വിവാദങ്ങളിലും കൃത്യമായ സമയത്ത് ജനപക്ഷത്തു നിന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പാർട്ടിക്ക് സംഭവിച്ച ജാഗ്രത കുറവാണ് മറ്റൊരു പ്രധാന വീഴ്ചയെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് പോലെ രാഷ്ട്രീയത്തിൽ വരുത്തിയ തെറ്റുകളെ ഒരൊറ്റ ക്ലിക്കിലൂടെ അൺഡു ചെയ്തില്ലാതാക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ വെറും സാങ്കേതികത്വങ്ങൾ മാത്രം നോക്കി നടപടികൾ വൈകിപ്പിച്ചത് സർക്കാരിന്റെ പ്രതിച്ഛായയെ വൻതോതിൽ ബാധിച്ചു. പാർട്ടിയുടെ ആഭ്യന്തരമായ സംഘടനാ സാങ്കേതികത്വങ്ങൾക്കപ്പുറം പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള സുതാര്യമായ ഭരണ നടപടികളായിരുന്നു അവിടെ സ്വീകരിക്കേണ്ടിയിരുന്നത്. സാമുദായിക ശക്തികളോടും സമുദായ നേതാക്കളോടും പാർട്ടി പുലർത്തിയ മൃദു സമീപനവും ഒത്തുതീർപ്പ് രാഷ്ട്രീയവും വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത്. വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ പാർട്ടിക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇത്തരം സാമുദായിക സമവാക്യങ്ങൾക്ക് പിന്നാലെ പോയപ്പോൾ പാർട്ടിയുടെ അടിസ്ഥാന വർഗ രാഷ്ട്രീയ നിലപാടുകളിലാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി സമയത്തും പാർട്ടി പരിശോധന നടത്തിയിരുന്നു. വികസന പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ മറികടക്കുമെന്നാണ് കരുതിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഇനിയും പിണറായിയെ പോലുള്ള നേതാക്കളുടെ ധിക്കാരപരമായ ഭാവങ്ങൾ വെടിയാതെയും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാടുകൾ തിരുത്താതെയും ന്യായീകരണങ്ങളുമായി മുന്നോട്ടു പോയാൽ ഇടതുപക്ഷത്തിന്റെ സമ്പൂർണ്ണ തകർച്ചയായിരിക്കും വരും നാളുകളിൽ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.